നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എംപിമാർ മത്സരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം വന്നിരുന്നല്ലോ. അതിലിപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. 3 പേർക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതായത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണൂർ എം പി ആയിട്ടുള്ള കെ സുധാകരനും കോഴിക്കോട് എം കെ രാഘവനും ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശിനുമാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവർ മത്സരിക്കാൻ പോകുന്ന മണ്ഡലം എന്ന് പറയുന്നത് സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുകയും ചെയ്യും. രാഘവൻ കോഴിക്കോടും അടൂർ പ്രകാശ് കോന്നി മണ്ഡലത്തിലും മത്സരിക്കുമെന്നാണ് ഇപ്പൊ വന്നിരിക്കുന്ന തീരുമാനം. അന്തിമമായ തീരുമാനമാണെന്നാണ് അറിവ്. എങ്ങനെയാ കാണുന്നു ഇതില് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കോന്നി ഇപ്പൊ ജിനീഷ് കുമാറാണ് അവിടുത്തെ MLA. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഈ 3 പേർക്ക് ഇളവ് കൊടുത്തു എന്ന് പറയുന്നു. ഇതിൽ ജയസാധ്യതയുള്ള ആരുണ്ട്? എനിക്കൊന്ന് കെ സുധാകരന് മാത്രമാണ് ജയസാധ്യതയുള്ളത്. ബാക്കി ഈ പറയുന്ന 2 പേർക്ക്, എം കെ രാഘവൻ, എനിക്ക് തോന്നുന്നില്ല എം കെ രാഘവനൊക്കെ കോഴിക്കോട് വന്നിട്ട് മത്സരിച്ച് ജയിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമൊന്നും എനിക്കില്ല. പിന്നെ കോന്നിയിൽ ഈ പറയുന്ന നമ്മുടെ അടൂർ പ്രകാശിന്റെ മാർക്കറ്റ് ഇപ്പം തന്നെ നമുക്ക് ഏറെക്കുറെ അറിയാം. അടൂർ പ്രകാശിന് ഇപ്പം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എന്താണ് മാർക്കറ്റ് ഉള്ളത് എന്നുള്ളത്. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം സോണിയാഗാന്ധിയെ ഈ പ്രതിക്കൂട്ടിലാക്കി നിർത്തിയേക്കുന്ന പ്രധാന കക്ഷികളിലൊന്ന് ഈ അടൂർ പ്രകാശാണ്. കാരണം പിന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോണിയാഗാന്ധിക്ക് ഇതിനകത്ത് പങ്കുണ്ട്. ഏറ്റവും വലിയൊരു ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സോണിയാഗാന്ധിയെ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണുന്നു, അതായത് കട്ടവൻ കാണുന്നു, ഒപ്പം നിൽക്കുന്നത് മേടിച്ചവനാണ്. അതായത് അയ്യപ്പന്റെ സ്വർണം മേടിച്ച ഒരാളാണ് ഗോവർദ്ധൻ, ബെല്ലാരിയിലെ റോത്തൻ ജ്വല്ലറിയുടെ ഉടമ. അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് ഇന്ന് ഫോട്ടോ എടുക്കുന്നു. അതിൽ അടൂർ പ്രകാശിന്റെ തലയുമുണ്ട്, ആന്റോവാനിയുടെ തലയുമുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി? ആരെ കബളിപ്പിക്കാൻ? കെ സുധാകരൻ ഒരുപക്ഷെ ജയിച്ചെന്നിരിക്കും, കണ്ണൂർ എവിടെയെങ്കിലും നിന്ന് ജയിച്ചെന്നിരിക്കും. അത് കോൺഗ്രസിന്റെ ഒരു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സുധാകരന് കോൺഗ്രസിനകത്തുള്ള ഒരു പ്രാധാന്യമുണ്ട്. സുധാകരൻ ഇത്ര 78 വയസ്സായെങ്കിൽ പോലും സുധാകരന് ഒരു വലിയ പ്രാധാന്യം യൂത്ത് കോൺഗ്രസ്സുകാർ നൽകുന്നുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാർ. പിന്നെ തന്നെയുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കോൺഗ്രസിനകത്ത് വലിയൊരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒരു നേതാവ് കൂടിയാണ് ഈ സുധാകരൻ. അപ്പോൾ അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയെ സ്വാഭാവികമായും ചില തൽപര കക്ഷികൾ തന്നെ, അതിനകത്തിലെ പടലപ്പിണക്കം തന്നെ കാരണമാണ് സുധാകരനെ അടിച്ച് പുറത്ത് കളഞ്ഞത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും, ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകന്മാർക്കെല്ലാം അറിയാവുന്നൊരു കാര്യം അത് തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടൂർ പ്രകാശ് കോന്നിയിലൊന്നും ജയിക്കാൻ ഒരു സാധ്യതയില്ല. അപ്പം അങ്ങനെയുള്ള ഈ 3 പേരെ രംഗത്തേക്ക് ഇറക്കിയത് ഇതൊരു ട്രയൽ റണ്ണാണ്. അതായത് ഈ 3 പേരെ ഇറക്കുമ്പോൾ എതിർപ്പുകളൊന്നും വരുന്നില്ല എങ്കിൽ 2 പേർക്ക് സേഫ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് KC വേണുഗോപാലിന്റെ പേര് വരായിരുന്നത്? KC വേണുഗോപാലിന്റെ പേര് വന്നില്ലല്ലോ. എന്നാൽ KC വേണുഗോപാൽ കളം നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ്. KC കളം നിറഞ്ഞിരിക്കുന്ന ഒരു നേതാവാണ്. പയ്യന്നൂരുകാരനായ ഒരാൾ തെക്കൻ കേരളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. അപ്പം KC കളം നിറഞ്ഞിരിക്കും. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിന്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ഷാഫി പറമ്പിൽ പിന്നെ ഇദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട്, KC വേണുഗോപാലിന്റെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പയ്യന്നൂർ അവിടെ നിന്നും വന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ, യുവജന രാഷ്ട്രീയത്തിലൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പുകഴ്ത്തലൊക്കെ പുകഴ്ത്തിക്കൊണ്ടാണ് KC വേണുഗോപാലിനെ നല്ല രീതിയിൽ തള്ളിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഞാനിന്ന് പലപ്പോഴും ആലോചിച്ചൊരു കാര്യമാണ്, കഴിഞ്ഞ 3 ദിവസമായിട്ട് VD സതീശനെ ഇടതുപക്ഷ മന്ത്രിമാർ ഇടതും വലതും നിന്ന് വലിച്ചു കീറി മാറ്റിയിട്ട്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. VD സതീശന് വാതിറക്കാൻ പോലും സമയമില്ലാതെ VD സതീശനെ പൊരുതി തോപ്പിക്കുന്നൊരവസ്ഥയുണ്ട്. കള്ളം പറഞ്ഞുകൊണ്ടിരുന്നതിനെ കള്ളത്തെ മുഴുവൻ P രാജീവ് ഉണ്ടായിരുന്നു, പിന്നെ K രാജൻ മന്ത്രി ഉണ്ടായിരുന്നു, MB രാജേഷ് ഉണ്ടായിരുന്നു, ശിവൻകുട്ടി ഉണ്ടായിരുന്നു, KN ബാലഗോപാൽ ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് VD സതീശനെ വലിച്ചു കീറിയിടുന്ന ഒരു സമീപനം ഉണ്ടായി. ആരെങ്കിലും പ്രതികരിച്ചോ? എൻ്റെ ഒരു സംശയം അതാ. ആ സഭയിൽ പ്രതിപക്ഷത്ത് ബാക്കിയിരിക്കുന്ന 37ഓളം വരുന്ന നേതാക്കന്മാരുണ്ട്. ഇവരാരും ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ആരും VD സതീശനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വന്നില്ല. എന്തിനേറെ ഈ പറയുന്നവരാരും, ഈ പിന്നെ ഷാഫി പറമ്പിലിനൊക്കെ സോഷ്യൽ മീഡിയയിലും റീലിലും ഒക്കെ ഒരുപാട് ആരാധകന്മാരുണ്ട്. ഇവരാരും എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പോലും മിണ്ടായിരുന്നത്? ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിലെങ്കിലും മിണ്ടേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു പത്രക്കാരെ കാണുമ്പോഴെങ്കിലും പറയണ്ട അത് അനീതിയായിപ്പോയി, അക്രമമായിപ്പോയി എന്നൊന്നും പറയാതിരുന്നത് എന്താ? സോണിയാഗാന്ധി ഇതിലേക്ക് വലിച്ചിഴക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നത്? ആരും ഒന്നും മിണ്ടിയിട്ടില്ല. അവര് സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നതിൽ മാത്രമാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് പിന്നെ K മുരളീധരന്റെ ഒരു
വാക്കെന്ന് പറഞ്ഞ കെ മുരളീധരൻ പറഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് സ്വർണ്ണക്കൊള്ളക്കാരെ പിടിച്ചോളാം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ കോടതിയിൽ വിശ്വാസമില്ല ഇവർക്കാർക്കും, കേരള ഹൈക്കോടതിയിൽ ഇവർക്കാർക്കും വിശ്വാസമില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ വന്നിട്ട് അങ്ങ് പിടിച്ചോളാം എന്ന് പറഞ്ഞു. ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല, ഇവർ വന്നാലേ പിടിക്കാൻ പറ്റും. പിടിക്കാൻ എളുപ്പമാണ്, അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്താൽ മതി, കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ബോധ്യപ്പെടും. ആന്റോ ആന്റണി. അപ്പൊ ഇവർ രണ്ടുപേരും പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോഴും ഈ പറയുന്ന അങ്ങനെ ഒരു പ്രാധാന്യമുള്ള, അങ്ങനെ സോണിയാഗാന്ധിയെ പോലും, പിന്നെ ഈ പ്രായാധിക്യം കൊണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സോണിയാഗാന്ധിയെ പോലും ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ കാരണക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ള അടൂർ പ്രകാശ്. അങ്ങനെയുള്ള അടൂർ പ്രകാശിനെ എങ്ങനെ ഇവിടേക്ക് ഇറക്കണം? അപ്പൊ അതിനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പം KC വേണുഗോപാലിന്റെ പേര് എന്തുകൊണ്ട് ഇവിടെ ഇങ്ങ് പരാമർശിക്കപ്പെട്ടില്ല? ഉണ്ട്, അതായത് ഈ 3 പേരിൽ ഒതുങ്ങുന്നതല്ല. അതായത് MP-മാർ എന്ന് പറയുന്ന ആൾക്കാർ ഈ 3 പേരിൽ ഒതുങ്ങുന്നതല്ല. ഇനി 2 പേര് കൂടി വരാനുണ്ട്. ഷാഫി പറമ്പിൽ എന്റെ പേര് പുറകെ 2 പേർ കൂടെ ഇളവ് കൊടുക്കുമെന്ന്. 2 പേർക്ക് ഇളവ് കൊടുക്കും. 2 പേർക്കെന്നല്ല, എന്റെ ഒരു അസംഷനിൽ മറ്റു പലരും ഇതിന് അവകാശപ്പെട്ടവരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് 5 വർഷം 5 മന്ത്രിമാരെന്ന്. 5 മന്ത്രിമാര്, ആ ഒരു പോസിബിലിറ്റി എവിടെ ഉള്ളത്? എന്തായിരുന്നാലും ചെന്നിത്തല ഉടക്ക് വെക്കും. അതായത് VD സതീശനും ചെന്നിത്തലയും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു തർക്കം നടക്കാൻ പോവാണ്. അതെന്തായിരുന്നാലും എത്രയൊക്കെ ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാലും അക്കാര്യത്തിൽ ഇവർക്ക് ഐക്യമൊന്നുമില്ല. ചെന്നിത്തലയും VD സതീശനും തമ്മിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി നല്ലൊരു അടി നടക്കും. ഞാൻ ചെന്നിത്തലയുടെ പക്ഷമാണ്. എന്ന് വെച്ചാൽ ചെന്നിത്തല തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന് എൻ്റെ ഒരു കോൺസെപ്റ്റ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചെന്നിത്തലയ്ക്ക് വലിയ PR വർക്കുകളൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ചെന്നിത്തലയ്ക്ക് കനകോലുവിന്റെ വാക്കുകൾ ചെന്നിത്തല കേൾക്കുന്നില്ല, അല്ലെങ്കിൽ കനകോലു വിളിച്ചിട്ട് ചെന്നിത്തലയെ വിളിച്ചിട്ട് ഉപദേശിക്കുന്നില്ല. ചെന്നിത്തലയുടെ കൂടെ 24 മണിക്കൂർ ഒരു ക്യാമറമാനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ തന്നെയുമല്ല, ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് നല്ല പരിചയമുണ്ട്. പരിചയസമ്പന്നത എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യുവാക്കളെ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? 10, 26, 27 വയസ്സുള്ള ആൾക്കാരെ എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാത്തത്? പലരും ഉയർത്തുന്ന ഒരു വലിയ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴും അതിൻ്റെത് ഒരു പരിചയം ഉണ്ടാവണം. എന്ന് വെച്ചാൽ പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് വണ്ടി ഓടിക്കാൻ അറിയണം എന്നൊന്നും ഇല്ല. അപ്പൊ പിന്നെ കൃഷ്ണൻകുട്ടിയാണ് ഇതിന്റെ വൈദ്യുത വകുപ്പ് മന്ത്രി. ആ വൈദ്യുത വകുപ്പ് മന്ത്രിക്ക് ന്യൂട്രലും ഫേസും തിരിച്ചറിയണമെന്നൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ആർജിച്ചെടുത്ത ഒരു പരിചയ സമ്പത്തുണ്ട്. ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ മാത്രമല്ല, ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങളിൽ ചില ഒതുക്കങ്ങളും ചില നിയന്ത്രണങ്ങളും ആവശ്യമാണ്. അങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും എപ്പോഴും മന്ത്രിസ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത്. കോൺഗ്രസിൽ ദൈവം സഹായിച്ച് അങ്ങനെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരെ ഒന്ന് എടുത്തു വെച്ചിട്ട് ഇന്ന ആൾക്കാർ ഇന്ന വകുപ്പ് കൈകാര്യം ചെയ്യണമെന്ന് പറയാൻ പറ്റിയ ഒരാൾ പോലും പുതിയ തലമുറയിൽ കോൺഗ്രസ് പാർട്ടിയിലില്ല. അതൊരു നമ്മൾ പറയേണ്ട വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരാൾ പോലും ഇല്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഈ പറയുന്ന ഷാഫി പറമ്പിലിന് ഇവിടേക്ക് വരേണ്ടി വരും, KC വേണുഗോപാലിന് വരേണ്ടി വരും. ഇപ്പൊ ഈ പറയുന്ന ചെന്നിത്തലയും പിന്നെ നമ്മുടെ VD സതീശനും തമ്മിലുള്ള തർക്കം. അപ്പം ഇയാൾക്ക് ഇത് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തലയ്ക്ക് നല്ല അനുഭവ പരിചയമുണ്ട്. ചെന്നിത്തല ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ഇത്. ജനങ്ങളെ സേവിച്ചും പൊതുപ്രവർത്തന രംഗത്തും ചെന്നിത്തലയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച കേരളം തന്നെ, അല്ലെ കേരളത്തിലെ കോൺഗ്രസ്സുകാരല്ലാതെ തന്നെ പലരും വിളിക്കുന്ന K കരുണാകരൻ എന്ന് പറയുന്ന ലീഡർ എന്ന് വിളിക്കുന്ന K കരുണാകരന്റെ കൂടെ നടന്ന് രാഷ്ട്രീയം പഠിച്ച് രാഷ്ട്രീയത്തിന്റെ എല്ലാ മുക്കും മൂലയും മനസ്സിലാക്കിയ ഒരു നേതാവാണ് ചെന്നിത്തല. വളരെ ചെറുപ്പത്തിൽ തന്നെ MP ആയ ഒരാളാണ് ചെന്നിത്തല. അപ്പൊ അത്രത്തോളം പ്രാധാന്യം ചെന്നിത്തലയ്ക്കുണ്ട്. ആ ചെന്നിത്തലയെ വെട്ടിയിട്ടാണ് പിന്നെ VD സതീശൻ കഴിഞ്ഞ തവണ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. അതുവരെ വെറും MLA മാത്രമായിരുന്നു ഈ VD സതീശൻ എന്ന് ആലോചിച്ച് നോക്കണം. ആ VD സതീശൻ വളരെ പെട്ടെന്ന് പ്രതിപക്ഷ നേതാവാകുന്നു, വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പോകുന്നു. കണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ആൾക്കാർ ചെന്നിത്തലയുടെ കൂടെ ഉണ്ട്. ഇവര് എന്ത് ചെയ്യും? ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദം വേണമെന്നും VD സതീശൻ മാറി നിൽക്കണമെന്നും പറഞ്ഞിട്ട് ഇവിടെ പ്രശ്നം നടത്തും. ഈ പ്രശ്നം നടത്തുന്ന സമയത്ത് ഇവര് തമ്മിൽ ഇങ്ങനെ അടി നടക്കും. ഈ മുട്ടനാടുകൾ തമ്മിലിടിക്കുമ്പോൾ ചോര കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുറുക്കനുണ്ടല്ലോ, ഇതേ രീതിയിലാണ് KC വേണുഗോപാലിന്റെ എൻട്രി എന്ന് പറഞ്ഞാൽ. അതായത് KC വേണുഗോപാലിനെ AICC ഇതുവരെ നിർത്തിക്കൊണ്ടു പോകുന്ന സമവായ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ്. ഇവര് തമ്മിൽ തർക്കം നടക്കുമ്പോൾ ഇതിന്റെ ഇടയിലേക്ക് നിങ്ങൾ 2 പേരും വേണ്ട, നമ്മൾ ചിലപ്പോൾ കുട്ടികൾ കളിക്കുന്നതിനിടയിലുണ്ടല്ലോ, നിങ്ങൾ 2 പേരും വേണ്ട, ഞങ്ങൾ വേറൊരാളെ എടുക്കുകയാണ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ 2 പേരും വേണ്ട, എല്ലാവർക്കും പൊതുസമ്മതനായിട്ടുള്ള KC വേണുഗോപാലിനെ ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുന്നു. ഹൈക്കമാൻഡിന്റെ തീരുമാനം വരുന്നു. ആരാണ് ഹൈക്കമാൻഡ് എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം നമുക്കറിയില്ല. ബിഗ് ബോസ് പോലെ ഇതുവരെ ബിഗ് ബോസിനെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ ഈ ഹൈക്കമാൻഡിനെ ആരും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സമവായ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് KC വേണുഗോപാലിനെ എൻട്രി ചെയ്യിക്കാനാണ് ഇതുവരെയുള്ള പദ്ധതി. ഈ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യും. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കനകോലുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ 3 പേരെ ഇതിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. കെ സുധാകരൻ നിന്നാൽ ജയിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എം കെ രാഘവന്റെ പ്രശ്നം എവിടെ കിടക്കുന്നറിയാം. എം കെ രാഘവൻ ശശി തരൂരിന്റെ വലിയ ദോസ്ത. ഇതിൽ നമ്മൾ നോക്കിയേ കാണാം, ഇതിനകത്ത് 2 പേരും മലബാർ ബെൽറ്റിൽ വരുന്നതാണ്.
രണ്ടുപേരും മലബാർ ബെൽറ്റാ. അതായത് കോഴിക്കോട് എന്നുള്ള MK രാഘവനും K സുധാകരനും മലബാർ ബെൽറ്റാണ്. ഇനിയും വരാൻ പോകുന്നത് മലബാർ ബെൽറ്റാ. നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ KC വേണുഗോപാൽ വരുമ്പോഴും KC വേണുഗോപാൽ മലബാറാണ്, പയ്യന്നൂരുകാരനാണ്. അപ്പൊ പുള്ളി ഇറങ്ങുമ്പോഴും പുള്ളി കളത്തിൽ ഇറങ്ങുമ്പോഴും മലബാർ ടീമാണ് ഇറങ്ങുന്നത്. VD സതീശൻ ആരാ? VD സതീശൻ, ചെന്നിത്തല, ഇവര് തെക്കൻ ബെൽറ്റാ. പിന്നെ ദക്ഷിണ കേരളം എന്ന് പറയുന്ന സൗത്ത് കേരളയിൽ പെട്ടവരാണ് ഈ പറയുന്ന ചെന്നിത്തലയാണെങ്കിലും VD സതീശൻ ആണെങ്കിലും. VD സതീശൻ മധ്യ കേരളം എന്ന് വേണമെങ്കിൽ പറയാം, എറണാകുളം ആയതുകൊണ്ട് തന്നെ. ചെന്നിത്തല തെക്കൻ കേരളക്കാരനാണ്. അപ്പൊ ഇവരെ രണ്ടുപേരെ ഒതുക്കാൻ വേണ്ടിയിട്ട് മലബാർ ബെൽറ്റ് ഒന്നിക്കാൻ പോവാം. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും കണക്ഷൻ KC വേണുഗോപാലുമായിട്ടാ. അടൂർ പ്രകാശനാണെങ്കിലും ഈ പറയുന്ന MK രാഘവനാണെങ്കിലും ഈ പറയുന്ന K സുധാകരനാണെങ്കിലും ഇവര് മൂന്നുപേരും കണക്ട് ചെയ്തിരിക്കുന്നത് KC വേണുഗോപാലിലേക്കാണ്. ഇതിലേക്കാണ് ഷാഫി പറമ്പിലുണ്ട്. ഇനി വേറൊരാളും കൂടി ഇതിനകത്തേക്ക് വരും, പിന്നെ ശശി തരൂര്. ശശി തരൂര് MK രാഘവനും തമ്മിൽ മച്ച കമ്പനിയാണ്. ശശി തരൂരിന് മുഖ്യമന്ത്രി അതെ, 9% പിന്നെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ശശി തരൂര്. അപ്പൊ ശശി തരൂരിലൂടെ വന്നു കഴിയുമ്പോൾ MK രാഘവന് ശശി തരൂരിനോട് എതിർപ്പില്ല, KC വേണുഗോപാലിന് പ്രത്യക്ഷത്തിൽ എതിർപ്പൊന്നുമില്ല, ഷാഫി പറമ്പിലിന് എതിർപ്പില്ല. എന്നാൽ ഇവർക്ക് ഈ പറയുന്ന ശശി തരൂരിനോട് പിന്നെ VD സതീശന് എതിർപ്പുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂര് ഒരു തവണ മലബാർ യാത്രയാണ്, മലബാർ പര്യടനം എന്ന് പറഞ്ഞ ഒരു യാത്ര നടത്തി. പല പ്രമുഖരെ പാണക്കാട് വരെ പോയി ആ തരത്തിലേക്ക് ഒരു യാത്രയൊക്കെ നടത്തിയ ആൾക്കാരാണ് ശരിക്കും. അങ്ങനെ യാത്ര നടത്തിയ ഒരാളാണ് ശശി തരൂര്. ആ സമയത്ത് പോലും ശശി തരൂര് നടത്തിയ പ്രവണതയ്ക്കെതിരായി, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, പാർട്ടി അറിയാതെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് KPCC വലിയ വിഷയം ഉണ്ടാക്കി. KPCC വിഷയം ഉണ്ടാക്കുകയും അന്ന് ഈ ശശി തരൂരിനെ മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ച ബലൂൺ എന്ന് വിശേഷിപ്പിച്ച ഒരാളാണ് VD സതീശൻ. അപ്പൊ VD സതീശന് അപ്പൊ സ്വാഭാവികമായിട്ടും എതിർപ്പ് ആരോടാണ്? ശശി തരൂരിനോടുണ്ട്. അന്ന് ഈ പറഞ്ഞ ശശി തരൂരിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഊതിപ്പെരിപ്പിച്ച ബലൂണുകളെ കുറിച്ച് മാത്രം, അത് വല്ല ഉത്സവപ്പറമ്പിലെ ബലൂൺ ആയിരിക്കും എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത് ആരാന്നറിയോ? K മുരളീധരനാണ്. അപ്പൊ ഈ ഭാഗത്തുള്ള മലബാർ ഭാഗത്തുള്ള നേതാക്കന്മാരുടെ ഒരു സ്ട്രെങ്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കും. K സുധാകരൻ, KC വേണുഗോപാൽ, ഷാഫി പറമ്പില്, K മുരളീധരൻ, ഇങ്ങോട്ട് വരുമ്പോ MK രാഘവൻ, എത്ര നേതാക്കന്മാരായി? ഈ അടൂർ പ്രകാശിനെ എന്തിനാ ഇട്ടേക്കുന്നത്? അടൂർ പ്രകാശ് തോൽക്കാൻ വേണ്ടിയുള്ള നേതാവാണ്. ഇത് ആരും ദോഷം പറയരുതല്ലോ എന്ന് കരുതിയിട്ടാണ് അടൂർ പ്രകാശിന്റെ പേരോട് നിർദ്ദേശിക്കപ്പെട്ടത്. ഈ അടൂർ പ്രകാശിനെ കൊണ്ട് പ്രയോജനമൊന്നും ഇല്ല എന്നുള്ള കാര്യം അറിയാം. ഇനി ഇത് ഇവർ മത്സരിച്ചു ജയിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ഇവർ ഇത്രയും പേര് വരികയാണ്. അതായത് നമ്മളിപ്പോൾ ഷാഫി പറമ്പിൽ വരുന്നു, തിരുവനന്തപുരം MP ആയിരിക്കുന്ന ശശി തരൂര് വരുന്നു, സുധാകരൻ വരുന്നു, രാഘവൻ വരുന്നു, അടൂർ പ്രകാശ് വരുന്നു. ഇത് ഇത്രയും പേര് 5-6 പേര് ഇറങ്ങി മത്സരിക്കുക. ഇവിടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇവിടെ ഉണ്ടാകാൻ പോകുന്ന അടുത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുക. കാര്യം ഇവർ ഇത്രയും പേര് ജയിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലങ്ങളിലെല്ലാം ഉപതെരഞ്ഞെടുപ്പ് വരും. കണ്ണൂർ പിന്നെ ഉപതെരഞ്ഞെടുപ്പ് വരും. KCയുടെ പിന്നെ ഇവിടെ നിൽക്കുന്ന നമ്മുടെ ഇദ്ദേഹത്തിന്റെ കോഴിക്കോട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. ആലപ്പുഴ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പിന്നെ ഷാഫി പറമ്പിൽ നിൽക്കുന്ന വടകരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പൊ ഈ പറയുന്ന ഇവർ നിൽക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇങ്ങനെ ഒരു 4-5 മണ്ഡലങ്ങളിൽ ഒരു ലോക്സഭയുടെ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനങ്ങൾ എന്തിനാണ് ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതെന്നുള്ള കാര്യം ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. ഇത് പലപ്പോഴും ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ എന്തിനാണ് ലോക്സഭയിലേക്ക് ഇത്രയും ആൾക്കാരെ, ഇപ്പോൾ ഈ 18 പേരെയാണ് കോൺഗ്രസിൽ നിന്ന്, UDFന്റെ നേതാക്കന്മാരായിട്ട് 18 പേരെ, കോൺഗ്രസിന്റെ മാത്രമല്ല, അതിൽ ലീഗിന്റെ ഒരു 2-3 പേരോട് വരും. അപ്പൊ ഇതിലൂടെ ചേർത്തിട്ട് ഒരു 18 പേരെയാണ് ജയിപ്പിച്ചു വിട്ടത്. എന്തിനാണ് ഈ 18 പേരെ ജയിപ്പിച്ചു വിട്ടത്? നമ്മളുടെ കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ഓരോ മണ്ഡലത്തിന്റെയും കാര്യങ്ങൾ നമ്മളറിയാം. ഷാഫി പറമ്പിലാണ് ഏറ്റവും കുറവ്, വർഷം 5 കോടി ചെലവാക്കാനിരിക്കെ ഏതാണ്ട് 20 ലക്ഷം രൂപ പോലും സ്വന്തം മണ്ഡലത്തിലേക്ക് ചെലവാകാത്ത ഒരു MP ആണ് ഷാഫി പറമ്പില്. അപ്പോൾ അങ്ങനെ 5 കോടിയാണ് ഒരു വർഷം ഒരു MPക്ക് അവരുടെ മണ്ഡലത്തിൽ വികസനത്തിന് വേണ്ടി ചെലവാക്കാൻ കഴിയുന്ന ആകെ തുക. 5 കോടി രൂപ ചെലവാക്കാം. അതിൽ 20 ലക്ഷം രൂപ പോലും ഷാഫി പറമ്പിൽ ചെലവാക്കിയിട്ടില്ല. അപ്പൊ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ വന്നു നിന്നുകൊണ്ട് നിയമസഭയിൽ ജയിക്കുകയും തുടർന്ന് മന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്യണം. ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ അൾട്ടിമേറ്റ് എയിം, അല്ലാതെ വേറൊന്നുമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ഇനി ഒരു തേങ്ങ എടുത്തു വെച്ചിട്ടില്ല. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഇപ്പം അവിടെ ഒരു കാര്യമില്ല. തന്നെയുമല്ല, കേന്ദ്രത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ ഒരു വലിയ പോർഷൻ മുഴുവൻ ഇപ്പം BJPയുടെ കയ്യിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. BJP അത് കാർന്നു നിന്നുകൊണ്ടിരിക്കുക. കാരണക്കാരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നെ അടിസ്ഥാനപരമായ കാരണം ശരിക്കും ഇവിടെ തന്നെയാണ്. ഒരുപക്ഷെ നെഹ്റു അന്ന് പറഞ്ഞ പോലെ ആ പിന്നെ രാമന്റെ, അതായത് ഈ പറയുന്ന ബാബറി മസ്ജിദിനകത്ത് ഉയർന്നു വന്ന രാമന്റെ പ്രതിമ എടുത്ത് അന്ന് യമുനാ നദിയിൽ ഒഴുക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ വിഷയം ഉണ്ടാകത്തില്ലായിരുന്നു. അന്നത് ചെയ്താൽ മതിയായിരുന്നു. നെഹ്റു പറഞ്ഞ അങ്ങ് എടുത്ത് യമുനയിൽ ഒഴുക്കിക്കളയാൻ പറഞ്ഞിരുന്ന ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇതാ പറ്റിപ്പോയ പ്രശ്നം. ഇവിടെ മുതൽ തുടങ്ങുകയാണ് പ്രോബ്ലംസ്.
കോൺഗ്രസിന്റെ അധപ്പതനം തുടങ്ങിയത് ഈ കളിയിലൂടെയാണ്. പിന്നീട് രഥയാത്ര നടക്കുന്നു, ആകപ്പാടെ പ്രശ്നമുണ്ടാകുന്നത് ഇപ്പൊ കേരളത്തിൽ അടുത്ത് നടന്നു വരികയാണല്ലോ. ഇപ്പം കുംഭമേള കേരളത്തിൽ നടക്കുന്നു, തിരുനാവായയിൽ. ഇതൊക്കെ നമ്മൾ ചെയ്തു വെക്കുന്ന ചില അബദ്ധങ്ങളാണ്. ഇവിടെ ഇത് മൂലം എന്തുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന കുറെ സന്യാസി ശ്രേഷ്ഠന്മാരും വരിയന്മാരും ഒക്കെ കേരളം പിന്നെ ബാക്കിലേക്ക് പോവാ. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. കുംഭമേള പോലെ അതിനാണോ നടക്കേണ്ടത്? നമുക്ക് വേണ്ട ബിസിനസ് മീറ്റുകളാണ്, ബിസിനസ് സബ്മിറ്റുകളാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം കേരളത്തിലെ പിന്നെ ഏറ്റവും ലോകത്തെമ്പാടും ഏറ്റവും മികച്ച ബ്ലഡ് ബാഗ് ഉണ്ടല്ലോ, ബ്ലഡ് ബാഗ്, ഇത് സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. നമ്മുടെ കേരളത്തിലാണ് അത് ഉണ്ടാക്കുന്ന കമ്പനി ഉള്ളത്. ഇതാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ഇതാണ് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യം. ഏറ്റവും പിന്നെ കൃത്രിമ പല്ലുകൾ ഉണ്ടാക്കുന്നത് കേരളത്തിൽ നിന്നാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ല് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്. ഇതൊന്നും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഗ്ലോബൽ മീറ്റുകളാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെയുള്ള നമ്മുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ വ്യവസായം, നമ്മൾ ഒന്നാമത് റെസിഡൻഷ്യൽ സ്റ്റേറ്റ് ആണ്, അങ്ങനെയുള്ള വ്യവസായങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന തരത്തിലുള്ള കമ്പനികളാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ കുംഭമേള തിരുനാവായ കൊണ്ടുവന്ന് കുംഭമേള നടത്തിയിട്ട് ഭാരതപ്പുഴ തീരത്തുകൊണ്ട് കുംഭമേള നടത്തിയിട്ട് കാര്യമുണ്ടോ? അതൊന്നുമല്ല വേണ്ടത്. അത് നമ്മളെ വീണ്ടും പിന്നിലേക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. വെറുതെ കുറേയധികം ആൾക്കാർ, കുംഭമേളയിൽ മരിച്ചുപോയവരുടെ എണ്ണം ഇതുവരെ ഉത്തർപ്രദേശ് സർക്കാർ പുറത്തു വിട്ടിട്ടില്ല. യോഗി ആദിത്യനാഥിന്റെ സർക്കാർ അത് കറക്റ്റ് കണക്കല്ല പുറത്തു വിട്ടിരിക്കുന്നത്. അതിൽ മരിച്ചവരുടെ വളരെ ഒരു 10% പോലും വിവരം പുറത്തു വിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ കേരളത്തെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്ന കാരണങ്ങൾ. അപ്പൊ ഇങ്ങനെ തുടങ്ങി ഈ പറയുന്ന പോലെ ഒരു അധികാര ശ്രേണിയിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഈ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാരും തന്നെ നമ്മളോടുള്ള കടമ നിർവഹിച്ചിട്ടില്ല. ഇത് ബോധ്യപ്പെടണം. ഇത് ബോധ്യപ്പെട്ടുകൊണ്ട് ഇവർ മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് ആ ബോധം ഉണ്ടാവണം. കാരണം എന്തുകൊണ്ടാണ്? അവരെന്തിനു വേണ്ടി ശ്രമിക്കുന്നു? KC വേണുഗോപാലിനെ ആലപ്പുഴക്കാർ ജയിപ്പിച്ചു വിട്ടു. KC തൻ്റെ ഉള്ളവരാണെങ്കിൽ ആലപ്പുഴ മത്സരിക്കത്തില്ല. കാരണം ജനങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആലപ്പുഴ മണ്ഡലത്തിൽ ഇനി ഇറങ്ങി KCക്ക് കളിക്കാൻ പറ്റത്തില്ല. ഇനി പിന്നെ ആറ്റിങ്ങലോ വർക്കലയോ പോയി എന്നുകൊണ്ട് മത്സരിക്കാൻ അടൂർ പ്രകാശിന് പറ്റത്തില്ല. അവിടെ കിട്ടത്തില്ല ആ വോട്ട്. കോഴിക്കോട് ഇറങ്ങി പിന്നെ ഇയാൾക്ക് മത്സരിക്കാൻ പറ്റത്തില്ല. MK രാഘവന് കോഴിക്കോട്ടുകാർ MP ആയിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടത്. MLA ആകാൻ വേണ്ടി സമ്മതിക്കൂ? MP ആയിട്ട് നിന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ വല്ലതും കിട്ടിയോ? ഇല്ല. പിന്നെ എന്തിനു ഞങ്ങൾ MLA ആക്കണം? ആ ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ പോരെ? വടകര മേഖലയിൽ പോയിട്ട് വടകര ചെന്നുകൊണ്ട് ഷാഫി പറമ്പിൽ മത്സരിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. വടകരയോ കണ്ണൂരോ പേരാമ്പ്രയോ മത്സരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ജയിപ്പിച്ചത് നിങ്ങളെ MP ആയിട്ടാണ്. അതിന് പകരം നിങ്ങൾ വെറുതെ എന്തിനാണ് കേരളത്തിലേക്ക് വരുന്നത്? MP ആണോ പോലെ MLA ആണോ? പ്രോട്ടോകോൾ പ്രകാരം MLA ചെറുതാണ് അല്ലേ? അങ്ങനെ തന്നെയല്ല, അയാളുടെ ഒരു ജൂറിസ്ഡിക്ഷനും ചെറുതായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കായംകുളം മണ്ഡലത്തിൽ നിന്ന് അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഒരാൾ പിന്നെ പോവാന്ന് പറഞ്ഞാൽ അയാളുടെ ജൂറിസ്ഡിക്ഷൻ കുറയുന്നു MLA ആകുമ്പോൾ. തിരുവനന്തപുരത്ത് നിന്നുള്ള MP എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുമെന്നറിയോ? അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ്. അപ്പൊ ഇതിന് ഇത്രയും കാര്യം നോക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിടുമ്പോൾ അയാൾ ചെറുതായി ഡീപ്രൊമോട്ട് ചെയ്യപ്പെട്ട് നിയമസഭയിലേക്ക് വരുന്നു. അത് ജനങ്ങൾ ശക്തിയുക്തം എതിർക്കേണ്ട ഒരു കാര്യം. ഒന്നുകിൽ അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അവരെ വിജയിപ്പിക്കരുത്. അതാണ് കേരളത്തിലുള്ള ജനങ്ങൾ, പ്രബുദ്ധരായുള്ള ജനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അവരെ ജയിപ്പിക്കാൻ നോക്കരുത്, അവരെ അവിടെ പരാജയപ്പെടുത്തണം. മാറി വോട്ട് ചെയ്തോളൂ. കാര്യം ഇവിടുന്ന് MP-മാരെ ആരും ഇറക്കി ഇപ്പം K രാധാകൃഷ്ണൻ ഇത്തവണ മത്സരിക്കുമോ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. ഇവിടെ അതേപോലെ സ്ട്രാറ്റജിയാണ് അവരെടുത്തത്, വടകരക്കാരെടുത്തത്. വടകരയിൽ നിന്നുകൊണ്ട് പിന്നെ ശൈല ടീച്ചറിനെ ജയിപ്പിക്കുന്നില്ല. കാര്യം ശൈല ടീച്ചറിനെ ഞങ്ങൾ MLA ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ആ MLA നിങ്ങൾ MLA പണി നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ അടുത്ത തവണ പിന്നെ ഞങ്ങളുടെ MLA ആയിട്ട് വരികയും ഞങ്ങൾക്കൊരു മന്ത്രിയാവുകയും വേണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഇവർ ഈ പറയുന്ന ഇത്രയും പേര് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഒരു തിരുത്തലുണ്ടാക്കണം. ആ ഒരു തിരുത്തലിലൂടെ ഇവരെ ഇനി കേരള രാഷ്ട്രീയത്തിൽ വേണ്ട, നിങ്ങളെ ഡൽഹി പറഞ്ഞു വിട്ടിട്ടുണ്ട്, നിങ്ങൾ ഡൽഹിയിലെ കാര്യം നോക്കിയാൽ മതി, ഇവിടോട്ട് വരണ്ട എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ നമ്മൾ പ്രബുദ്ധരായ മലയാളികളെ കൊണ്ട് സാധിക്കണം. ഇത് ഉണ്ടാക്കി വെക്കുന്ന ഒരു സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത്, ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് എപ്രകാരമാണോ ഇവിടെ സാമ്പത്തികം വ്യയം ചെയ്തത് അതുപോലെ തന്നെ സാമ്പത്തികം ഒരുക്കേണ്ടി വരും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പിന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ വീണ്ടും ആൾക്കാരെ തന്നെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. ഉടനെ അവർക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടായി. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒരു പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും ഒരു മാസത്തിനുള്ളിൽ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോവാണ്. അപ്പോൾ 6-7 സീറ്റുകളിലേക്ക് പൊതുതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാന്ന് പറഞ്ഞാൽ എത്രത്തോളം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. അങ്ങനെ നമ്മളാരും അതിന് ബോധവാന്മാരല്ല. കാരണം എന്താ, നമ്മളെ കളഞ്ഞിട്ട് പോയ ഒരാളെ വീണ്ടും നമ്മൾ ഉൾക്കൊള്ളുകയാണ്. ഇത് തന്നെയാണ് ശരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഈ പറയുന്ന പിന്നെ ഇപ്പൊ MP-മാരായിട്ട് നിൽക്കുന്നവരൊന്നും ജയിപ്പിക്കാതിരിക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ചിന്തിക്കുക എന്ന് മാത്രമാണ് ഇതിനകത്തിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ആ രീതിയിലായിരിക്കണം ഇനി അങ്ങോട്ട് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകേണ്ടത്.
അപ്പോൾ അതുകൊണ്ട് ഇനിയും സ്ഥാനാർത്ഥി പട്ടിക നീളാനുണ്ട്. എംപിമാരിൽ പലരും കേരളത്തിലേക്ക് കൃഷി ഇറക്കാനായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണുന്ന ഈ പറയുന്ന 3 പേരിൽ ഒതുങ്ങുന്നതല്ല ഈ എംപിമാരുടെ എണ്ണം, ഇനിയും കൂടും. മിനിമം ഒരു 5 പേരെങ്കിലും ഇത്തവണ നിയമസഭയിൽ എംപിമാരായിട്ടുള്ളവർ മത്സരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്.